കഥ കഠിനമായി അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ഗോപിറാമിന്റേതാണ്. ഗോപിറാം രാത്രി പകലായി കഷ്ടപ്പെട്ട് കൃഷി ചെയ്തു. അങ്ങനെ അദ്ദേഹം തന്റെ കുടുംബം നന്നായി പോറ്റി വന്നു. ഷടാ രാധാ, കേൾക്കുന്നുണ്ടോ? എന്താ ചേട്ടാ, പറയൂ. അല്ല, നിങ്ങൾ ഇന്ന് വളരെ സന്തോഷമായിരിക്കുന്നല്ലോ. ഷടാ രാധാ, എങ്ങനെ സന്തോഷമില്ലാതിരിക്കും? കാര്യം അങ്ങനെയാണ്. ഞാൻ ഇന്നാണ് കടം തരുന്നവരടുത്ത് സംസാരിച്ചു. അവർ നമുക്ക് കടം തരാൻ തയ്യാറായിട്ടുണ്ട്. എന്ത്, നേരാണോ? അതെ, പിന്നെ നമ്മളുടെ ഗ്രാമത്തിലേക്ക് സിറ്റിയിൽ നിന്ന് വന്ന പുതിയ കോൺട്രാക്ടർ ഉണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്തും വീട് കെട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്ത്, ആ നഗരത്തിലെ സൂപ്പർവൈസറോടോ? അതെ, പക്ഷെ എന്താ നിന്റെ മുഖത്തിൽ എന്തിനാ ഇത്രയും വിശപ്പ്? അത് ചേട്ടാ, ഗ്രാമത്തിലെ ജനങ്ങൾ സംസാരിച്ചു ആ സൂപ്പർവൈസർ മോശമാണെന്ന്. നഗരത്തിലെ ഒരുപാട് ആളുകളെ കുടിക്കത്രേ. അതുകൊണ്ട് പല മാസങ്ങളായി അദ്ദേഹം ഈ ഗ്രാമത്തിൽ മറഞ്ഞിരിക്കുകയാണത്രേ. ഷടാ രാധാ, നീ ഉണ്ടല്ലോ, എവരെവരോ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അവരുടെ അടുത്ത് ശരിയായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. ആവശ്യമില്ലാതെ അവരുടെ മേലെ കുറ്റം പറയുന്നു. നീ എന്നെ വിശ്വസിക്ക്, ഞാൻ അവരോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വളരെ അനുഭവമുള്ളതുപോലും അധ്വാനമുള്ളതുപോലും തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്കെല്ലാം ശരിയാണെന്ന് തോന്നിയാൽ പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ നോക്ക്, വേഗം തന്നെ നമ്മൾ കണ്ട സ്വപ്ന വീട് തയ്യാറാവാൻ പോകുന്നു. പിന്നെ അതാണ് ഈ ഗ്രാമത്തിലെ വലിയ വീടായിട്ടുണ്ടാവാൻ പോകുന്നു. അവസാനം നിങ്ങളുടെ അധ്വാനത്തിന് ഫലം ലഭിച്ചു. ദൈവമേ, നിങ്ങൾക്ക് ഒരുപാട് നന്ദികൾ. വീട് കെട്ടാൻ പോകുന്നെന്ന് കേട്ടതും രാധയ്ക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ചു ദിവസങ്ങൾക്കകം രാധയുടെയും ഗോപിറാമിന്റെയും വീട് കെട്ടാൻ തുടങ്ങി. നഗരത്തിൽ നിന്നും വന്ന സൂപ്പർവൈസർ ഗോപിറാമിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി കുറച്ചു ദിവസത്തിനകം തന്നെ ഒരു വലിയ വീട് കെട്ടിക്കഴിഞ്ഞു. ഓ, ഇത് ശരിക്കും അത്ഭുതമാണ്. എത്രയും ഭംഗിയുള്ള ഒരു വീട്. കോൺട്രാക്ടർ സർ, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഷടാ, കുഴപ്പമില്ല ഗോപിറാം. ജനങ്ങൾ ഇഷ്ടപ്പെട്ട വീട് കെട്ടിത്തരുന്നതാണ് എൻ്റെ കടമയാണ്. അതെ, നിങ്ങൾ വളരെ ശരിയായിട്ടാണ് പറഞ്ഞത്. ശരി, നമ്മളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. വേഗം തന്നെ എൻ്റെ ബാക്കി പൈസ തന്നേക്ക്. ഞാൻ നാളെ തന്നെ നഗരത്തിലേക്ക് പോകണം. ശരി, തീർച്ചയായും. ഗോപിറാം ആ സൂപ്പർവൈസറിന് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കാശും എടുത്തു നൽകി. അതിനുശേഷം അദ്ദേഹം തന്റെ ഭാര്യ രാധയോടൊപ്പം തന്റെ പുതിയ വീട്ടിൽ ഇരുന്നു. ഇപ്പോൾ അദ്ദേഹം ദിവസവും പാടത്ത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും. വൈകുന്നേരം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കും. പക്ഷേ ഗോപിറാം രാധയുടെ ഈ സന്തോഷം ഒരുപാട് ദിവസം നിലനിന്നില്ല. ഒരു ദിവസം പരിസ്ഥിതിക്ക് വിരോധമായി വളരെ ഭയങ്കരമായി മഴ പെയ്യാൻ തുടങ്ങി. അല്ല, എന്താണിത്? മഴ പെയ്യുന്നു ഇത്രയും വേഗതയിൽ. മുകളിൽ നിന്നും വെള്ളവും ഒലിക്കുന്നുണ്ട്. ചേട്ടാ, എന്തു പറ്റി? നിങ്ങളിത് കണ്ടോ? മുകളിൽ നിന്നും വെള്ളം എങ്ങനെ ഒഴുകുന്നുവെന്ന്. എന്റെ ദൈവമേ, എന്താണിത്? പുതിയ വീട്ടിൽ എങ്ങനെയാണെന്നോ ഈ വെള്ളം വരുന്നത്? അപ്പോഴാണ് വേഗത്തിൽ മിന്നൽ വെട്ടിയത്. പിന്നെ അവരുടെ വീടിന്റെ പുറകിലത്തെ ചുമർ ഇടിഞ്ഞു വീണു. അയ്യോ, എന്താണിത്? ചുമര് വീണുപോയി. എന്ന് വെച്ചാൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ആ സൂപ്പർവൈസർ ശരിക്കും കള്ളനാണ്. അവൻ നമ്മൾക്ക് ദ്രോഹം ചെയ്തു. ഇവിടെ നിന്ന് ഓടിക്കോ, ഓടിക്കോ. ഗോപിറാമും രാധയും വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ അവരുടെ കൺമുൻപിൽ തന്നെ അവരുടെ വീട് മുഴുവൻ ഇടിഞ്ഞു വീണു. എന്റെ ദൈവമേ, ഇവിടെ എന്താണ് നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എനിക്ക് ഇത്രയും വലിയ ദ്രോഹത്തിന് നടക്കാൻ സംഭവിച്ചു? ദേ നോക്കൂ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. എല്ലാം തന്നെ ശരിയാകും. എങ്ങനെ ശരിയാവും? നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിയ വീട് പൊട്ടിപ്പോയി. ഇപ്പോൾ നമ്മൾ തെരുവിലാണുള്ളത്. നോക്കൂ ചേട്ടാ, നിങ്ങൾ വിശ്വാസം കൈവിടല്ലേ. എല്ലാം ശരിയായേക്കും. പാവം ഗോപിറാമും രാധയും ഒരു മിനിറ്റ് കൊണ്ട് അവരുടെ മുഴുവൻ ലോകവും ഇടിഞ്ഞു വീണു. ഇപ്പോൾ അവർ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലായിരുന്നു. അവർക്ക് ഏർപ്പെട്ട ഈ അവസ്ഥ ഗ്രാമം മുഴുവൻ അറിഞ്ഞു. പിന്നെ ജനങ്ങളൊക്കെ ഗോപിറാമിനെ നോക്കി കളിയാക്കാൻ തുടങ്ങി. ചേടാ, എവിടെയാണ് പോകുന്നത്? ഞാനോ? വീട്ടിലേക്ക്. എന്താ? നീ എന്താണ് പറഞ്ഞത്? വീട്ടിലേക്ക് പോകുന്നുണ്ടോ? പക്ഷേ നീ കഷ്ടപ്പെട്ട് കട്ടിയ നിന്റെ സ്വപ്ന വീട് മഴയിൽ തന്നെ പൊട്ടിപ്പോയല്ലോ. ഇപ്പോൾ നീ ഏത് വീട്ടിലേക്കാണ് പോകുന്നത്? ഇവിടെ നോക്കൂ, ഞാൻ സമ്മതിക്കുന്നു, ഇപ്പോൾ എൻ്റെ അടുത്ത് വീടില്ല. പക്ഷേ ഇതുപോലെ എൻ്റെ കഷ്ടത്തിൽ എന്നെ കളിയാക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. ഷടാ, വിട്ടേക്ക്. ഏത് നല്ലത് ഏത് തെറ്റെന്ന് നീ ഞങ്ങൾക്ക് നേർപ്പിക്കണ്ട. ആ സിറ്റിയിൽ നിന്ന് വന്ന സൂപ്പർവൈസറിനെ നമ്പരുത് എന്ന് നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞു. പക്ഷേ നീ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അനുഭവിക്ക്. ചെന്ന് നിന്റെ പുതിയ വീട്ടിൽ തന്നെ ഇരിക്ക്. പാവം ആ ഗോപിറാം. തനിക്കുണ്ടായ ഈ അവസ്ഥയ്ക്ക് തന്നെ സഹായിക്കുന്നതിന് പകരം ജനങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം വീണ്ടും കൂടി.
ഇപ്പോൾ ഗോപിറാമിന് ഒന്നും മനസ്സിലായില്ല, എന്ത് ചെയ്യണമെന്നും അറിഞ്ഞില്ല. അപ്പോഴാണ് ഒരു ദിവസം രാത്രി ക്ഷേത്രത്തിന് പുറത്ത് ഒരു മരത്തിനടിയിലിരുന്ന് അദ്ദേഹം കരഞ്ഞത്. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. എൻ്റെ വീട്ടിനെ എൻ്റെ കൈകൊണ്ട് തന്നെ നശിപ്പിച്ചു. എന്നെ വിചാരിച്ചാൽ എനിക്ക് അവമാനം തോന്നുന്നു. വളരെ അവമാനമായിട്ടുണ്ട്. രാധാവും എൻ്റെ അടുത്ത് പറഞ്ഞു, സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവൾ പറഞ്ഞ കാര്യത്തിനെ ഏറ്റിട്ടില്ല. ഞാൻ ഒരു മണ്ടനാണ്, വളരെ വലിയ മണ്ടനാണ്. ഗോപിറാം തന്നെ വഴക്കു പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേട്ടത്. ഷടാ, ഇങ്ങനെ കരയല്ലേ, കരയുന്നത് നല്ല കാര്യമല്ല. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഏൽക്കുന്നു, ഈ ജീവിതം നിങ്ങൾക്ക് വളരെ അന്യായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എന്താണ് സംഭവിക്കും? നിങ്ങൾ തീർച്ചയായും ഇതിനെ എതിർത്ത് പോരാടണം. വീണ്ടും അതേ ശബ്ദം വരുന്നുണ്ട്. ആരാണ്? ഇവിടെ നോക്ക്, നിങ്ങൾ എവരെങ്കിലും ശരി എൻ്റെ മുൻപിലോട്ട് വരണം. ഇങ്ങനെ കളിക്കല്ലേ. ഞാൻ എവരുടെ ചതിയിലും കുടുങ്ങാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മുൻപിലോട്ട് വരണം. ഞാൻ നിന്നെ കൊടുക്കാൻ ചതിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിനക്ക് സഹായം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സഹായമോ? അങ്ങനെയാണോ? എന്ന് വെച്ചാൽ മുൻപിലോട്ട് വാ. നീ ആരാണെന്ന് ഞാൻ കാണണമല്ലോ. നീ എന്തിനാ എന്നെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു? അപ്പോഴാണ് മരത്തിനടിയിൽ ഇലകളൊക്കെ കൂട്ടം കൂട്ടമായി ചേർന്നത്. ഷേടാ, എന്താണിത്? അപ്പോഴാണ് ഒരു അതിശയം സംഭവിച്ചത്. ആ ഉണങ്ങിയ ഇലകൾക്കിടയിൽ നിന്നും ഒരു ജിന്ന് പുറത്തേക്ക് വന്നു. ഷേടാ, എന്താണിത്? പറയൂ ഗോപി, നീ എങ്ങനെയുണ്ട്? ആദ്യം നീ ആരാണെന്ന് പറയൂ. ഞാനൊരു ജിന്നാണ്. എന്നോ വർഷങ്ങളായിട്ട് ഞാൻ ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. സഹായമോ? പക്ഷേ എങ്ങനെ? എല്ലാവരും എൻ്റെ അടുത്ത് അവരുടെ പ്രശ്നം പറയും, പിന്നെ എൻ്റെ മായം കൊണ്ട് ഞാൻ അവരെ സഹായിക്കും. എന്ത്? മായമാണോ? അതെ, മായമാണ്. ശരി, പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? ജിൻ കേട്ടതും ഗോപിറാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തന്നെ പറ്റിച്ചതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇത് കേട്ടിട്ട് ജിന്നിന് ദേഷ്യം വന്നു. എന്ത്? ശരിക്കും നിനക്ക് വലിയ അന്യായം നടന്നിട്ടുണ്ട്. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ആഗ്രഹം എൻ്റെ വീട് വീണ്ടും ഉരുവാകണം. പിന്നെ ആ സൂപ്പർവൈസറിന് ശിക്ഷ കിട്ടണം. അവൻ കാരണമാണ് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ കടനെല്ലാം പോയി. അത് മാത്രമല്ലാതെ കടൻ ചുമയും വന്നു. എനിക്ക് ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതല വേണം. ഗോപിറാം പറഞ്ഞത് കേട്ടിട്ട് ജിന്നിന് അദ്ദേഹത്തോട് പാവം തോന്നി. രാജാറാം അദ്ദേഹത്തെ തന്റെ പൊട്ടിപ്പോയ വീടിനടുത്തേക്ക് കൊണ്ടുപോയി. എടാ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പോൾ തന്നെ പറയുന്നു. ഈ ദിവ്യശക്തികളെ എൻ്റെ വാക്കു കേൾക്കൂ. ഈ പാവപ്പെട്ടവൻ്റെ വീട് അവനക്ക് തിരിച്ചു തരണം. ഓം ചിക്ലിക്കി ലഗ ബൂം. ജിൻ പറഞ്ഞ മന്ത്രം കാരണം ഒരു അതിശയം സംഭവിച്ചു. ഉടഞ്ഞ മൺകട്ടയൊക്കെ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. പിന്നെ ജിന്നിന്റെ ആജ്ഞ പ്രകാരം ഒന്നിനു മുകളിൽ ഒന്നായി ചേർന്നു. ഒപ്പം തന്നെ ജിൻ തന്റെ മന്ത്രം ഉപയോഗിച്ച് ആ കട്ടകളോടൊപ്പം സിമന്റും യോജിപ്പിച്ചു. പിന്നെ തെങ്ങിൻ ഓലകൾ കൊണ്ട് ചെയ്ത കൂര അദ്ദേഹം ആ വീടിന് മുകളിലിട്ട് മുഴുവൻ വീടും റെഡിയാക്കി. അതിനകം നേരമും വെളുത്തു. പിന്നെ ഗോപിറാമിന്റെ മുൻപിൽ അതേ വീടുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ. ഷേടാ, ഇവിടെ വലിയ അത്ഭുതം തന്നെ നടന്നു. നീ എൻ്റെ മുഴുവൻ വീട്ടെയും വീണ്ടും ഉരുവാക്കി. നന്ദിയുണ്ട്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. രാവിലെ വരുന്ന സൂര്യനെ പോലെ നീ എൻ്റെ ജീവിതം തന്നെ പ്രകാശമായി മാറ്റി. ഷെടാ, നീ ഇതിനെ സന്തോഷിച്ചാൽ എങ്ങനെ? ഇരക്ക് നിനക്ക് വളരെ ആശ്രയങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ജിന്ന് സന്തോഷം കൊണ്ട് കൈതട്ടിയത്. വലിയൊരു അതിശയം സംഭവിച്ചു. ജിന്ന നഗരത്തിലെ സൂപ്പർവൈസറെ തന്റെ മന്ത്രം ഉപയോഗിച്ച് രാജാറാമിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ഗോപിറാം നോക്കിയപ്പോൾ അദ്ദേഹം ഒരു കട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പതുക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഗോപിറാം അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ഞാൻ എവിടെ ഉണ്ട് ഗോപി? എന്ന് വെച്ചാൽ ഞാൻ. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ സിറ്റിയിലുണ്ടല്ലോ. എൻ്റെ ഈ ബെഡ് ഇവിടെ എങ്ങനെ വന്നത്? ഇതിന് കാരണം എൻ്റെ മായാജാലമാണ്. ഇപ്പോൾ നീ ഗോപിനെ ചെയ്ത ദ്രോഹത്തിന് അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കേ. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ നീ ഗോപിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് അഴിച്ചേക്കും. നിന്നെ കൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. ജിന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് സൂപ്പർവൈസർ സ്റ്റേഷനിലേക്ക് ചെന്നു. തന്നെ അദ്ദേഹം ശരണം പ്രാപിച്ചു. ഒപ്പം ഗോപിറാമിന്റെ കാശെല്ലാം അദ്ദേഹം തിരിച്ചു നൽകി. അതുപയോഗിച്ച് ഗോപിറാം തന്റെ കടനെല്ലാം അടച്ചു തീർത്തു. പിന്നെ അദ്ദേഹവും രാധയും തന്റെ പുതിയ വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നെ വീണ്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർ കഴിഞ്ഞു വന്നു.